കൊടും കുറ്റവാളി, കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അതീവ സുരക്ഷാ ജയിൽ ചാടിക്കടന്ന കൊടും കുറ്റവാളി കിണറ്റിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ്. ആ വീടിന്റെ കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമി പിടികൂടി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കിണറ്റിലേക്ക് ഇറങ്ങിയാൽ ഒളിച്ചിരിക്കുകയായിരുന്നു മനസ്സിലാക്കാൻ. കൊടും കുറ്റവാളി ഈ പറയുന്ന ആളൊഴിഞ്ഞ് വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടിയിലായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. കിണറ്റിനകത്ത് ഇയാളെ കിണറ്റിനകത്ത് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ആ വാർത്തയിൽ ഇയാൾ ആളൊഴിഞ്ഞ വീടിൻ്റെ കിണറ്റിനകത്ത് ഒരു ഷർട്ടൊന്നും വിടാതെ അയാൾ അവിടെ താഴെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു. ഒരു കറുത്ത പാൻറ് മാത്രം ഇട്ട ഗോവിന്ദച്ചാമി, താടി വളർത്തിയൊരു ഗോവിന്ദച്ചാമി ഈ ആളൊഴിഞ്ഞ വീടിൻ്റെ കിണറിനകത്ത് ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി ആളൊഴിഞ്ഞ് വീണ് കിണറിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളെ പോലീസ് പിടികൂടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏറ്റവും സുപ്രധാന ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ്. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്ന് പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. എനിക്ക് തോന്നുന്നു തളാപ്പ് മേഖലയിൽ നിന്ന് തന്നെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. എന്തായാലും ജയിൽ ചാടി മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ജയിൽ ചാടി ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ നിർണായകമായ വാർത്ത. ഇത് ആ തളാപ്പ് മേഖലയിൽ തന്നെ ആണെന്ന് വേണം കരുതാൻ. ആ വീട്ടിൽ നിന്നാണ് വീട്ടിൽ പോലീസ് പരിശോധന നടക്കുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള കിണറ്റിൽ നിന്നും ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നാൽ ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നു. ഗോവിന്ദച്ചാമി പിടിയിലാവുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നത്. ഒരു കിണർ, അധികം വെള്ളമില്ലാത്ത ഉപയോഗിക്കുന്ന കിണർ തന്നെയാണെന്ന് തോന്നുന്നു. അധികം വലിയ ആഴമുള്ള കിണറാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ കിണറിനുള്ളിൽ ഇറങ്ങിയാൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇനി ഗോവിന്ദച്ചാമിയുടെ കാര്യം ജയിലിൽ അത് ഗംഭീരമാകും എന്നതിന് തർക്കമില്ല. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ പലരുടെയും ജോലി തെറിച്ചേക്കാവുന്ന ഒരു ജയിൽ ബ്രേക്കിംഗ് ആയിരുന്നു അത്. അപ്പോൾ ഗോവിന്ദച്ചാമി ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും പോലീസ് ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇനി ഒരു പക്ഷേ ഒരു ജയിൽ ചാടാൻ പ്രാപ്തിയില്ലാത്തവണ്ണം അയാൾ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്ന് തന്നെ വേണം കരുതാൻ. പോലീസ് വെറുതെ ഇരിക്കില്ല. എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ നിന്നാണ്, ഈ ആളൊഴിഞ്ഞ വീട്ടിലിൻ്റെ ഈ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദച്ചാമി അയാൾ പിടിയിലായത്. കണ്ണൂരിലെ തളാപ്പിൽ നിന്ന് തന്നെയാണ്. ആളൊഴിഞ്ഞ വീട്ടിൽ ഇയാളുണ്ട് എന്ന തരത്തിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. ഈ കറുത്ത പാൻറ്റും വെളുത്ത ഷർട്ടും ഇട്ട് ഇയാൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നതാണ്. അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, ഇയാളെ കിണറ്റിൽ നിന്നാണ് പിടിയിലായതല്ലേ? കിണറ്റിൽ ഇയാൾ ഇറങ്ങി ഒളിച്ചിരിക്കുകയായിരുന്നോ അരുൺ? പഴയ കെട്ടിടത്തിന് തൊട്ട് പിന്നിലുണ്ടായിരുന്ന കിണറിൽ നിന്നാണ് പഴയ കെട്ടിടത്തിന്റെ പിന്നിലെ കിണറിൽ നിന്നാണ് ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്.